أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗസ്ഥരുടെ കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഇടം നൽകുമാറാവട്ടെ. ഈ പുണ്യ റമളാനിലെ കർമ്മങ്ങളെല്ലാം അല്ലാഹു നമ്മളിൽ നിന്നും സ്വാലിഹായ അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ. ഏത് സമയത്തും അമലുകൾ സ്വീകരിക്കാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ തന്നെ മുൻഗാമികളായ സഹാബത്തുമൊക്കെ അമലുകൾ ചെയ്യുകയും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. കഅബ നിർമ്മിക്കുന്ന സമയത്താണ്, ആത്മാർത്ഥമായ കരങ്ങളിലൂടെയാണ്, തഖ്വയുള്ള ഹൃദയങ്ങളിലൂടെയാണ് ആ കഅബ നിർമ്മിക്കപ്പെടുന്നത്. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും വളരെ പ്രയാസപ്പെട്ടാണ് അവർ കഅബ നിർമ്മിക്കുന്നത്. പ്രതികൂലമായ സാഹചര്യങ്ങളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവരോട് കൽപ്പിച്ചത് കഅബ നിർമ്മിക്കുവാൻ വേണ്ടി. എന്നാലും അവരുടെ പ്രാർത്ഥന, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം, പടച്ച റബ്ബേ ഇത് സ്വീകരിക്കണമേ. അല്ലാഹുവിനെ അടുത്തറിഞ്ഞവർ ഈ രീതിയിൽ അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ ഈ നിലക്ക് അതിൽ കണിശത പാലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളേറെ അള്ളാഹുവിനോട് കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ പാഴായി പോകും എന്നുള്ളതാണ് ഏവരെയും ഉണർത്താനുള്ളത്. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ കൊണ്ട് ഏറെ നമ്മൾ അടുക്കേണ്ട, വിശുദ്ധ ഖുർആനുമായി ബന്ധം പുലർത്തേണ്ട മാസമാണ് എന്ന് എല്ലാ ഖുതുബകളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ധാരാളമായി പാരായണം ചെയ്യുവാനും തദബ്ബർ ചെയ്യുവാനും നമ്മൾ സമയം കണ്ടെത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ഇൽമ്, അള്ളാഹുവിൻ്റെ പ്രകാശം, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അത് മനുഷ്യരിലേക്ക്, മനുഷ്യ ഹൃദയങ്ങളിലേക്ക് എത്തുന്നത്, എന്നിട്ട് അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് അത് ആളുകൾ സ്വീകരിക്കുന്നത് എന്ന് ഒരു ഉപമയിലൂടെ പഠിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമ പറഞ്ഞത് കമസലിൽ ഗൈസിൽ കസീർ അസാബ അർദൻ, ഒരു മഴ, നല്ലൊരു മഴ പെയ്തു. നമുക്കറിയാം, ഭൂമിയിലുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതലങ്ങളുണ്ട്. നല്ല ഊർശര ഭൂമിയുണ്ട്, അതേപോലെ തന്നെ പരിക്കൻ ഭൂമിയുണ്ട്, കുന്നുകളുണ്ട്, പുഴകളുണ്ട്, മലകളുണ്ട്. അഥവാ നല്ല ഉൽപ്പാദിപ്പിക്കുന്ന, നല്ല വളക്കൂറുള്ള, നല്ല ഉൽപ്പാദനം തരുന്ന സ്ഥലങ്ങളുണ്ട്, ഭൂമിയുണ്ട്. തീരെ ഇല്ലാത്ത, ഒന്നും ഉൽപ്പാദിപ്പിക്കാത്ത വരണ്ട ഭൂമികളുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതേപോലെ തന്നെയാണ് മനുഷ്യന്മാരുടെ മനസ്സുകളും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ, ആ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കേൾക്കുന്ന സമയത്ത് അതിനോടുള്ള നിലപാടുകൾ എങ്ങനെയാണ് മനുഷ്യന്മാരുടെ ഇടയിൽ? അത് നല്ലൊരു മഴയെ പോലെയാണ്. അസാബ അർളൻ, അതൊരു ഭൂമിയിൽ ബാധിക്കുകയുണ്ടായി. ഫകാന മിൻഹ നഖിയ, ആ ഭൂമികളുടെ കൂട്ടത്തിൽ നഖിയത്തായിട്ടുള്ള, സ്വച്ഛമായിട്ടുള്ള ഭൂമികളുണ്ട്. ഖബിലത്തിൽ മാ, ആ ഭൂമി വെള്ളം കുടിക്കുന്നു.
കിട്ടിയ വെള്ളം ആ ഭൂമി കുടിക്കുന്നു. എന്നിട്ട് ഫഅംബതത്തിൽ കലഅ വൽ ഉശ്ബൽ കഥീർ, ധാരാളം പുല്ലുകളും അതേപോലെ തന്നെ സസ്യലതാദികളും ആ ഭൂമി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ കിട്ടിയ വെള്ളം അത് കുടിക്കുകയും എന്നിട്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുല്ലുകളും അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങളും നല്ല പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്ന മരങ്ങളുമായി ചെടികളായിക്കൊണ്ട് ആ ഭൂമി അതിനെ ഉൽപ്പാദിപ്പിക്കുന്നു, ഉപയോഗപ്പെടുത്തുന്നു. വകാനത്ത് മിൻഹ അജാദീബു അംസകത്തിൽ മാ ഫനഫഅ അല്ലാഹു ബിഹാ. മറ്റു ചില സ്ഥലങ്ങളുണ്ട്, അതെന്താണ്? അജാദീബുകളാണ്. ആ ഭൂമി ഒന്നും ഉൽപ്പാദിപ്പിക്കുകയില്ല, പക്ഷെ ആ വെള്ളത്തെ അത് തടഞ്ഞു വെക്കും. പുഴകളെപ്പോലെ, കുളങ്ങളെപ്പോലെ, പാടങ്ങളെപ്പോലെ വെള്ളത്തെ തടഞ്ഞു വെക്കും. ജലാശയങ്ങളാണ്. എന്നിട്ട് എന്ത് ചെയ്യും? മനുഷ്യന്മാർ അവർക്ക് വെള്ളം ആവശ്യമുള്ള സമയത്ത് നഫഅ അല്ലാഹു ബി അന്നാസ്, അള്ളാഹു ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആ വെള്ളം കൊണ്ട് ഉപകാരപ്പെടുക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ് ഫശരിബു വസഖൗ വസറഉ, ആ വെള്ളം ശേഖരിച്ചുകൊണ്ട് അവർ കുടിക്കുന്നു, നനക്കുന്നു, കൃഷി ചെയ്യുന്നു. അതും ഉപകാരപ്രദമാണ്. ഒന്ന്, ആ ഭൂമി തന്നെ വിളവ് കൊടുക്കുന്നു. രണ്ട്, ആ ഭൂമി അങ്ങനെ വിളവ് കൊടുക്കില്ല, ആ ഭൂമി അതിലുള്ള വെള്ളം കൊണ്ട് മറ്റുള്ള ഭൂമികൾക്ക് ഉപകാരപ്പെടുന്നു എന്നർത്ഥം, മറ്റുള്ള ചെടികൾക്കും മനുഷ്യന്മാർക്കും. വഅസാബത് മിന്നാ ത്വായിഫത്തുൻ ഉഖ്റാ, എന്നാൽ ഭൂമിയിൽ മറ്റു ചില സ്ഥലങ്ങളുണ്ട്. ഇന്നമാ ഹുവ ഖിയാനുൻ ലാ തുംസികുൽ മാഅ വലാ തുംബിതുൽ കലഅ ഫദാലിക മസലു മൻ ഫഖഹ ഫി ദീനില്ലാഹ് വനഫഅഹു മാ ബഅസനി അല്ലാഹു ഫഅലിമ മാ അലിമ വമസലു മൻ ലം യർഫഅ ബിദാലിക റഅസ. എന്താണ് ആ ഭൂമിയുടെ പ്രത്യേകത? അത് ഉറച്ച ഭൂമിയാണ്. ആ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുമില്ല. ആ ഭൂമി വെള്ളത്തെ സ്വീകരിച്ച് എടുത്തു വച്ചിട്ടുമില്ല, സംഭരിച്ചിട്ടുമില്ല. ഒരു ഉപകാരം കിട്ടില്ല. നല്ലൊരു മഴ പെയ്തിട്ട് ഒരു ഉപകാരവും കിട്ടാത്ത സ്ഥലം. ഇതുപോലെയാണ് മനുഷ്യന്മാരുടെ ഉപമ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആന്റെ വചനാമൃതങ്ങൾ നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക്, നമ്മുടെയൊക്കെ കാതുകളിലേക്ക് പെഴുതിറങ്ങിയിട്ടുണ്ട്. ഞാൻ കേൾക്കുന്ന പോലെയല്ല നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ കേൾക്കുന്ന പോലെയല്ല മറ്റുള്ളവർ ആളുകൾ കേൾക്കുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലുള്ള ഉപകാരങ്ങളാണ്. ചില ആളുകൾ അത് കേട്ട് അത് അവരുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. നല്ലൊരു ഭൂമിയെപ്പോലെ, ഉൽപാദനം കൊടുക്കുന്ന ഭൂമിയെപ്പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ, അതിൻ്റെ മൂല്യങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് സ്വായക്തമാക്കി, സ്വാംശീകരിച്ചു. എന്നിട്ട് അവർ അത് അമലാക്കുന്നു, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നു. ധാരാളമായി വിശുദ്ധ ഖുർആൻ കൊണ്ട് അമലാക്കി. എന്തൊക്കെയാണ് വിശുദ്ധ ഖുർആൻ വിധികളും വിലക്കുകളും പഠിപ്പിച്ചത്, അതെല്ലാം തൻ്റെ ജീവിതത്തിൽ ആബിദുകളായി, മുത്തഖികളായി അമലാക്കിക്കൊണ്ട് അവർ ജീവിതത്തെ സമ്പുഷ്ടമാക്കുകയും, നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ് അവരുടെ ഹൃദയം. വിശുദ്ധ ഖുർആൻ എന്ന തെളിനീര് കിട്ടിയപ്പോൾ അതിലെന്തെല്ലാം സുന്നത്തുകളും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് അനുസൃതമായി എന്തെല്ലാം ചെയ്യാനുണ്ടോ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അള്ളാഹുവിൻ്റെ റിദ്വാനിലേക്കും അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കും അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും പാഞ്ഞെടുക്കുന്ന ആളുകൾ അവർ ചെയ്യുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ള ആളുകൾക്ക് ഉപകാരവും കിട്ടുന്നു. എന്ന് ചില ആളുകളുണ്ട്, അവർ നന്നായി പഠിച്ചു അമലാക്കുന്ന വിഷയത്തിൽ ആദ്യത്തെ പോലെ തന്നെയുള്ള ആളുകളെ പോലെയല്ല, ആദ്യം പറഞ്ഞ വിഭാഗത്തെ പോലെയല്ല. അവർ അമലാക്കാൻ അത്യാവശ്യമായതൊക്കെ അവർ അമലാക്കുന്നുണ്ട്. പിന്നെ അവർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളാണ്, ഉപകാരം കൊടുക്കുന്നു. അതുകൊണ്ട് അവരും തീരെ ചെയ്യാതെ, തീരെ അമലാക്കാതെ ഉപകാരം കൊടുത്തിട്ട് കാര്യമില്ല. അമലാക്കുകയും ഉപകാരം കൊടുക്കുകയും ചെയ്യണം. അതും അങ്ങനെയുള്ള ആളുകൾക്കും ഉപകാരപ്പെടും. മറ്റു ചിലരുണ്ട്, എന്താ അവരുടെ പ്രത്യേകത? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആൻ അവർ കേട്ടു, പക്ഷെ അവരുടെ ഹൃദയങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. വല്ലാത്തൊരു ഉപമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം കേട്ടു, അവരതറിഞ്ഞു, അതിൻ്റെ വിധികളും വിലക്കുകളും ഇന്നതാണെന്ന് അവർ മനസ്സിലാക്കി, പക്ഷെ അവരുടെ ഹൃദയങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടില്ല. മുഅ്മിനീങ്ങൾ അവർക്ക് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ, പരിക്കൻ ഹൃദയങ്ങൾ എന്താകും? അത് ലയ്യനായി മാറും. അവർക്ക് രോമാഞ്ചമുണ്ടാകും, അവർക്ക് സമാധാനമുണ്ടാകും. വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ അവർ കരയും. വിശുദ്ധ ഖുർആന്റെ സ്വർഗവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ കേൾക്കുമ്പോൾ അവർക്ക് പ്രതീക്ഷയുണ്ടാകും. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷയുണ്ടാവും. നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർക്ക് ഭയപ്പാടുണ്ടാകും. പടച്ച റബ്ബിനോട് അവർ ചോദിക്കും, ഓത്ത് നിർത്തിയിട്ട് അവർ ചോദിക്കും,
അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അതാ റസൂലുള്ളാഹി പറഞ്ഞ ഖിറാഅത്ത് ഓത്ത് അറിഞ്ഞ് മനസ്സിലാക്കി ഓതുന്നു. നരകത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഖിറാഅത്ത് നിർത്തിവെച്ച് പടച്ചറബേ ആ അദാബ് തൊട്ട് എന്നെ കാക്കണേ, ഞങ്ങളെ കാക്കണേ, എൻ്റെ കുടുംബത്തെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ. അവർക്ക് മാറ്റമുണ്ടാകുന്നു, ജീവിതത്തിൽ അവർക്ക് മാറ്റമുണ്ട്. നേരെ മറിച്ച് ഈ മൂന്നാമത് പറഞ്ഞ വിഭാഗത്തിലാണോ നമ്മൾ? ഒരു മാറ്റവുമില്ല. ഖതീബ് പറയുന്നു, ഖതീബ് കേൾക്കുന്നു, പറയുന്നു, നമ്മൾ കേൾക്കുന്നു. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും പ്രഭാഷണങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്, അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു എഡിറ്റിങ്ങും വരുത്താൻ നമ്മൾ തയ്യാറായിട്ടില്ല. ഹറാമ് കാണാതിരിക്കാൻ, വൃത്തികേടുകൾ ചെയ്യാതിരിക്കാൻ ആ ആളുകൾ മഹാനഷ്ടക്കാരാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ പരിശുദ്ധ റമളാനിൽ വിശുദ്ധ ഖുർആൻ കൊണ്ട് ആദ്യം പറഞ്ഞ ഒന്നാമത്തെ വിഭാഗത്തിൽ ആവാൻ നമ്മൾ ശ്രമിക്കേണ്ട മാസമാണിത്. ഈ പരിശുദ്ധ റമളാൻ വിട പറയുന്നതോടുകൂടി ഇനി അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കേണ്ട ആളുകളാണ് നമ്മൾ. അവിടെയാണ് ഭാഗ്യവാന്മാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞു. ആരാ റസൂലെ? അള്ളാഹുവിൻ്റെ ആൾക്കാർ. ഹും അഹ്ലുൽ ഖുർആൻ. അവർ ഖുർആൻ്റെ ആൾക്കാർ. വെറുതെ പറയണല്ലത്. അള്ളാഹ്ക്ക് ചില സ്വന്തക്കാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കുടുംബക്കാരായിട്ടുള്ള ആളുകൾ. ആരാ അള്ളാഹിൻ്റെ കുടുംബക്കാർ? പ്രവാചകര്. അവർ ഖുർആൻ്റെ ആൾക്കാരാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, നമുക്കങ്ങനെ ആകാൻ സാധിക്കുന്നുണ്ടോ? ഉമ്മമാരെ, എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ആൾക്കാരായിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ സംരക്ഷണം ഉണ്ടാകും. അള്ളാഹ് പറഞ്ഞു, അവർ എൻ്റെ വലിയകളാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മിത്രങ്ങളാണ്. അവരെ തൊടാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണവർ, അള്ളാഹുവിൻ്റെ കാവലിലാണവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമ് നോക്കാൻ, ഹറാമ് കാണാൻ, ഹറാമ് ചെയ്യാൻ, ഹറാമ് ചിന്തിക്കാൻ അവരെ അനുവദിക്കുകയില്ല. ഇത്ര അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി മാറും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ അതിനോടുള്ള ഒരു നിലപാട്, അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന് നിങ്ങളെയും എന്നെയും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ സമ്പത്തിൻ്റെ നിർബന്ധ ബാധ്യതയാണ് സക്കാത്ത് എന്നുള്ളത്. വിശുദ്ധ റമളാനും അതേപോലെ തന്നെ സക്കാത്തും തമ്മിൽ ആ നിലക്കുള്ളൊരു ബന്ധമില്ല. കാരണം സക്കാത്ത് എന്ന് പറഞ്ഞാൽ റമളാനിൽ കൊടുക്കേണ്ടതല്ല. സക്കാത്തിന് എപ്പോഴാണോ അതിൻ്റെ നിസാബെത്തുന്നത്, എന്നിട്ട് വർഷം തികയുന്നത്, ഹാല അലൈഹൽ ഹൗലു, വർഷം തികയുന്നത്, 590 ഗ്രാം വെള്ളിയുടെ സമ്പത്ത് അല്ലെങ്കിൽ ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട്, വെള്ളി നമ്മുടെ കയ്യിലുണ്ട്, 10.5 പവൻ സ്വർണം നമ്മുടെ കയ്യിലുണ്ട്, അത് കയ്യിൽ കിട്ടിയിട്ട് എന്നിട്ടൊരു കൊല്ലം തികഞ്ഞു, ഹാല അലൈഹൽ ഹൗലു, ഒരു കൊല്ലം തികയുകയും ചെയ്താൽ അത് ഏത് സമയത്താണോ അപ്പം സക്കാത്ത് കൊടുക്കണം. അതാണ് ഒരു കൊല്ലം. റമളാനിൽ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. റമളാനിൽ കാത്തു നിൽക്കേണ്ടതല്ല. ഏത് മാസത്തിലാണ്? അത് അറബി മാസം കണക്കാക്കിയിട്ട് കൊടുക്കണം. ഇംഗ്ലീഷ് മാസം കണക്കാക്കാൻ പറ്റില്ല. കാരണം ഇംഗ്ലീഷ് മാസവും അറബി മാസവും വ്യത്യാസമുണ്ട്. അറബി മാസം കുറച്ചാണ്, അതാണ് യഥാർത്ഥ മാസം. അത് നമ്മുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുള്ളതാണ് ചന്ദ്രൻ. ആ ചന്ദ്രനെ നോക്കിക്കൊണ്ടാണ് അറബി മാസം കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഏത് സമയത്താണോ അറബി മാസത്തിൽ നമ്മുടെ സക്കാത്തിന് സമയമാകുന്നത് അപ്പോൾ നമുക്ക് സക്കാത്ത് കൊടുക്കണം. എന്നാൽ ആളുകൾ സൗകര്യപ്രദമായി കൊണ്ട് തന്നെ റമളാനിലേക്ക് മാറ്റിവെക്കും. അതിന് കുറ്റമില്ല. നീട്ടിവെക്കാൻ പറ്റില്ല. നേരത്തെ കൊടുത്ത് റമളാനിലാക്കുക. റമളാനിലേക്ക് നീട്ടിവെക്കാൻ പറ്റൂല. 12 മാസം കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. അത് 14 മാസം കഴിയുമ്പോൾ റമളാൻ ആകുന്നുണ്ട്. അതുകൊണ്ട് ഇനി റമളാൻ ആകുമ്പോൾ കൊടുക്കുക. 2 മാസമല്ലേ വിഷയാക്കണ്ടെന്ന് പറയാൻ പറ്റില്ല. കുറ്റക്കാരനാണ്. നേരെ മറിച്ച് മുൻകൂട്ടി തന്നെ, ഒരു റമളാനിൽ മുൻകൂട്ടി തന്നെ കൊടുത്തിട്ട് പിന്നെ എല്ലാ കൊല്ലവും റമളാനിൽ കൊടുക്കാം. അപ്പോൾ കൂടുതൽ ആളുകളും റമളാനിൽ സക്കാത്ത് ഓർമ്മയിൽ വരാനും അതേപോലെ തന്നെ സൗകര്യപ്രദമായി റമളാനിലേക്ക് മാറ്റിവെക്കും. ആ ഒരു ബന്ധമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു റമളാനിലേക്ക് അങ്ങനെ വെക്കണ്ട. റമളാനിൽ എല്ലാവരും അവരുടെ സമ്പത്ത് എടുക്കും, സ്വതക്ക കൊടുക്കും, ദാനധർമ്മങ്ങൾ നൽകും. ഈ റമളാനിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് തനിക്ക് എപ്പോഴാണോ നിസാബാകുന്നത് അപ്പം കൊടുക്കണം. കാരണം റമളാനിൽ എല്ലാവരും പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കും. ഇഷ്ടംപോലെ കിട്ടും പാവപ്പെട്ട ആളുകൾക്ക്. അവർ ആവശ്യക്കാർ അവർ മറ്റേതെങ്കിലും മാസങ്ങളിലായിരിക്കും. റജബിലായിരിക്കും, ഷഅബാനിലായിരിക്കും, റബീഉൽ അവ്വലിലായിരിക്കും. ആ സമയത്താണ് തങ്ങളുടെ സക്കാത്ത് വരുന്നത്. എന്നിട്ട് നേരത്തെ തന്നെ റമളാനിൽ കൊടുത്ത് എന്താക്കണ്ട, റമളാനിലേക്ക് ആക്കണ്ട. ചിലപ്പോൾ പ്രതിഫലം ആ സമയത്തായിരിക്കും. അപ്പോൾ പാവപ്പെട്ടവർ കാത്തിരിക്കുന്ന സമയമായിരിക്കും എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഈ സക്കാത്ത് നിർബന്ധമാണ് എന്നുള്ളത് നമുക്ക് യാതൊരു സംശയവുമില്ല. ഇസ്ലാം ദീനിൻ്റെ അടിത്തറയായിക്കൊണ്ട് പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ വഖീമുസ്സലാത്ത് വആതു സക്കാ വർക്കഉ മഅർ റാക്കീൻ, അവരോടുള്ള കൽപ്പനയായിക്കൊണ്ട് റബ്ബ് പറഞ്ഞു, നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം, സക്കാത്ത് കൊടുക്കണം.
റുക്കൂ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ റുക്കൂ ചെയ്യണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൻ ലഹും. റസൂലേ, താങ്കൾ അവരിൽ നിന്നും സക്കാത്ത് പിടിച്ചെടുക്കണം. ഭരണാധികാരികൾ അവരോടുള്ള കൽപ്പനയാണ് സക്കാത്ത് പിടിച്ചെടുക്കണം. കീശി കൈയിട്ട് അല്ലെങ്കിൽ കണക്ക് നോക്കി നമ്മുടെ വിറ്റുവരവ് എത്രയാണോ എന്ന് നോക്കി ഭരണാധികാരി ഇടപെടും, ബൈത്തുൽ മാൽ ഇടപെടും. അതെനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുമെന്ന് ഇസ്ലാമിക രാജ്യത്ത് പറയാൻ പറ്റൂല. കാരണം നമ്മളൊരു ഔദാര്യം കൊടുക്കുന്നതല്ല, അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. അത് ഭരണാധികാരി അവരുടെ അവകാശമായത് കൊണ്ട് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും കൊടുക്കണില്ലെങ്കിൽ. അങ്ങനെ കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത്? ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരുടെ സമ്പത്തിൽ നിന്നും നീ സക്കാത്ത് പിടിക്കണം. തുതഹിറുഹും വതുസക്കിഹും ബിഹാ, അപ്പോഴാണ് അവരുടെ സമ്പത്ത് അവർ ഫിൽട്ടർ ചെയ്യപ്പെടുന്നത്, അപ്പോഴാണ് അവരുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നത്. സക്കാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അത് വളർച്ച എന്നൊരർത്ഥമുണ്ട്. സക്കാത്ത് കൊടുത്ത സമ്പത്ത് വളരും, കൊടുത്ത ഇല്ലാതാവില്ല, കൊടുത്തിട്ടുണ്ട് വളരും. അതേപോലെ തന്നെ പരിശുദ്ധി എന്നർത്ഥമുണ്ട്. നമ്മൾ മത്സ്യം വാങ്ങിയിട്ട് അങ്ങനെ തന്നെ കഴിക്കൂലല്ലോ, അതിൻ്റെ ചെകളപ്പൂക്കൾ അതേപോലെ തന്നെ അതിൻ്റെ കാഷ്ടമൊക്കെ വൃത്തിയാക്കി എന്നിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കഴിക്കാറുള്ളത്. എല്ലാം കൂടി കഴിക്കൂ? ഇല്ല, കഴിക്കൂല. എന്നതുപോലെ നമ്മുടെ സമ്പത്തിൽ സക്കാത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഹറാമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ അടുത്ത് സ്വർണമുണ്ടോ, വെള്ളിയുണ്ടോ, സഹോദരന്മാരെ സമ്പത്തുണ്ടോ, കച്ചവട ഉൽപ്പന്നങ്ങൾ വിൽക്കാനും വാങ്ങുന്ന നിങ്ങൾ കച്ചവടം നടത്തുന്ന ആളുകളാണോ, ഇങ്ങനെ എന്തെല്ലാം സക്കാത്ത് കൊടുക്കേണ്ട ഇനത്തിൽ നിന്നും എന്തെങ്കിലും ഉണ്ടോ, അതിൽ ശരിയാവണ്ണം കണക്ക് നോക്കി കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ കൊടുക്കും, യാതൊരു സംശയവുമില്ല. അത് നമ്മളെ ഔദാര്യം ഇത്ര കുറേ കൊടുത്തിക്കണല്ലോ, ബാക്കിയുള്ളതൊക്കെ ഞാൻ അവിടെ നിൽക്കേണ്ട പറ്റൂലേ, എല്ലാം കൊടുക്കാനുള്ളതാണ്. നമ്മളെ സമ്പത്തല്ല അത്. സ്വർണത്തിൻ്റെ കൊടുത്തു, വെള്ളിയുടെ കൊടുക്കണില്ല, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കൊടുത്തിട്ട് ബാക്കി കുറച്ച് സ്വർണ്ണം ഇപ്പോൾ പെരയുള്ളത് ഒരു 25 പണ്ടാവും. അതിപ്പോൾ ഇനിയിപ്പോൾ എന്താ, എല്ലാവരും കൊടുക്കണില്ലല്ലോ, എല്ലാവരും നമ്മൾ നോക്കണ്ട. ഭയങ്കര ഗൗരവത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഗൗരവം നമ്മളതിന് കാണിക്കേണ്ടതുണ്ട്. ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകിൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബിഹിം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുകയാണ്, വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ ഫരീളതൻ മിനല്ലാഹ്. അല്ലാഹു ഫർളാക്കിയതാണ് ഈ 8 വിഭാഗം ആളുകളിൽ. സാധുക്കളുണ്ട്, മിസ്കിന്മാരുണ്ട്, അതേപോലെ തന്നെ 8 വിഭാഗം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞു. ഈ ആളുകളിലേക്കാണ് സക്കാത്ത് എത്തേണ്ടത്. ഏതായാലും കുറച്ച് സക്കാത്ത് നിന്നാൽ പിന്നെ കുടുംബക്കാരന് അനിയന് കൊടുക്കുക, ജ്യേഷ്ഠന് കൊടുക്കുക, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കുക, ഭർത്താവിന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ സ്വന്തം പരിയിൽ തന്നെ എങ്ങനെയുണ്ട് ആർക്കെങ്കിലും കൊടുത്തു തീർക്കാം. ഈ അവകാശികളാണെങ്കിൽ പറ്റും, അല്ലാതെ കൊടുക്കാൻ പറ്റില്ല. അതന്നെ നമ്മൾ നിർബന്ധമായും പോറ്റേണ്ടവർക്കും സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. ഭാര്യയെ നമ്മൾ നിർബന്ധമായും പോറ്റണം, മക്കളെ നമ്മൾ പോറ്റണം, മോനക്ക് സക്കാത്ത് കൊടുക്കുക പറ്റുമോ? അപ്പോൾ നമ്മൾ നിർബന്ധമായും നോക്കേണ്ടവരാണെങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ സക്കാത്തിൽ നിന്ന് എടുത്ത് കൊടുത്ത് കഴിച്ചിലാക്കുന്ന പരിപാടി പറ്റില്ല. ഇത് സാധുക്കൾക്ക് എത്തണം, ഇതിൻ്റെ അവകാശികൾക്ക് എത്തണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അവരുടെ മദ്ഹുകൾ അല്ലാഹു പറഞ്ഞു. സ്വർഗത്തിൻ്റെ അവകാശികളാണെന്ന് പറഞ്ഞു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ അവർ ഭയഭക്തരാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അവർ വിനോദങ്ങളിൽ നിന്നും വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നും ഒക്കെ മാറി നിൽക്കുന്ന, വെറും കളിയുടെയും തമാശയുടെയും പിന്നാലെ പോകുന്നവരല്ല. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ സക്കാത്ത് കൊടുത്തു വിട്ടുന്നവരാണ്, അതിൽ കണിശതയുള്ള ആളുകളാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ മഹത്വം എടുത്തു പറയുകയുണ്ടായി. ഇനി കൊടുക്കാത്ത ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ അവർക്കുണ്ടാവുന്ന ശിക്ഷ വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിത പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾ ജനങ്ങളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, ദീനാണെന്നും പറഞ്ഞ് ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന, ജനങ്ങളുടെ സമ്പത്ത് കൈക്കലാക്കുന്ന പണ്ഡിത പുരോഹിതന്മാരായ ആളുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറഞ്ഞു, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, വെള്ളിയും സ്വർണവും അത് കൂമ്പാരമാക്കി വെച്ച്, യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അതിൻ്റെ സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ. സ്വർണമുണ്ടോ, വെള്ളിയുണ്ടോ, ക്യാഷുണ്ടോ, സക്കാത്തിൻ്റെ ഇനമായിട്ട്, സക്കാത്ത് കൊടുക്കേണ്ട ഇനമായിട്ട് ഏതുണ്ടോ
അത് സക്കാത്ത് കൊടുക്കാതെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഖിയാമത്ത് നാൾ യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ, അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് പറയുകയാണ്, അവരുടെ പിരടിയിലും അതേപോലെ തന്നെ അവരുടെ മുഖത്തും അവരുടെ ഈ വെള്ളിയും സ്വർണവും അതെല്ലാം ലോഹമാക്കി ശക്തമായി അവരുടെ ചൂട് വെച്ച് പഴിപ്പിച്ച് പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ സക്കാത്ത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തു തീർക്കണം. സ്വർണത്തിന് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? 10.5 പവൻ ഉണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം. 10.5 പവൻ നമ്മുടെ അടുക്കലുണ്ട്, അത് ഒരു വർഷം തികയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം? അതിന് സക്കാത്ത് നിർബന്ധമായി എന്നർത്ഥം. അത് 11 പവനാണ് ഉള്ളതെങ്കിലോ ആ 11 പവനും കൊടുക്കണം. 10.5 പവൻ മാറ്റി വെച്ചിട്ട് 1/2 പവന് കൊടുത്താൽ പോരാ. അപ്പോൾ 10.5 പവൻ സ്വർണമുണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് സ്വർണത്തിൻ്റെത് കൊടുക്കണം. വെള്ളിയുടേതോ 590 ഗ്രാം വെള്ളി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കണം. 590 ഗ്രാം വെള്ളിക്ക് എത്രയാണോ ഇന്നത്തെ ക്യാഷ്, ആ ക്യാഷിൻ്റെ കണക്കുകൾ, ആ ക്യാഷ് നമ്മുടെ കയ്യിൽ കറൻസി ആയിക്കൊണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ക്യാഷിന് സക്കാത്ത് കൊടുക്കണം. നമ്മുടെ കച്ചവട വസ്തുക്കൾ, നമ്മൾ ഒരു കച്ചവടക്കാരനാണെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് എടുപ്പ് നടത്തണം. എന്നിട്ട് ഇന്നത്തെ ആ സാധനത്തിൻ്റെ വില എന്താണ്? ചിലപ്പോൾ വാങ്ങുമ്പോൾ നല്ല മൂല്യം ഉണ്ടായിട്ടുണ്ടാവും, ഇന്ന് അതിന് മൂല്യം ഇടിഞ്ഞിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ വിൽക്കുന്ന സമയത്ത് അതിന് എത്രയാണോ മൂല്യം അത് നോക്കി 590 ഗ്രാം വെള്ളിയുടെ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം, സ്റ്റോക്ക് എടുക്കണം. ഇങ്ങനെ കൃത്യമായി അതിൻ്റെ അവകാശികളിലേക്ക് എത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും പഠിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വിഷയത്തിൽ ഗൗരവത്തോടു കൂടിക്കാണ് ഞാനിത് പറയാനുള്ള കാരണം, ചില ആളുകളുണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് അനിശരാണ്, ദാനധർമ്മങ്ങളൊക്കെ അവർ കൊടുക്കുന്നുമുണ്ട്, അതേപോലെ തന്നെ നല്ല സ്വഭാവവും പെരുമാറ്റവും ഒക്കെയുണ്ട്. പക്ഷേ സക്കാത്തിൻ്റെ വിഷയത്തിൽ ചില സഹോദരന്മാർ സക്കാത്തിൻ്റെ വിഷയത്തിൽ സക്കാത്ത് കൊടുക്കും, കണക്ക് നോക്കൂല, എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കാൻ പറ്റൂല. കൃത്യമായി കൊടുക്കണം. നമ്മുടെ കയ്യിൽ വെക്കേണ്ടതല്ല അത് സാധുവിൻ്റെ അവകാശമാണ്. അത് കൃത്യമായി നോക്കി അത് പഠിച്ച ആളുകളോട് ചോദിച്ച്, എന്നിട്ട് നമ്മുടെ സക്കാത്തിൽ നിന്നും ഒരു നയാ പൈസ പോലും നമ്മൾ തിന്നുന്നില്ല, നമ്മുടെ മക്കളുടെ വയറ്റിലേക്ക് എത്തുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തൽ ഒരു മുഅ്മിൻ്റെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സാധാരണയായി ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആഭരണത്തിന് സക്കാത്തുണ്ടോ? ധരിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്തുണ്ടോ? അതല്ല, നമ്മൾ സ്വർണം അത് ധരിക്കാത്തതായി അല്ലെങ്കിൽ നമ്മളൊരു സേവിങ്സായി എടുത്തു വച്ചത്, അതിനൊക്കെ ഉള്ളൂ സക്കാത്ത്, ആഭരണമായി ഉപയോഗിക്കുന്നതിന് സക്കാത്തുണ്ടോ എന്ന് ചില ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ധരിക്കുന്നതിന് സക്കാത്തുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഈ ഒരു അഭിപ്രായ വ്യത്യാസം കണക്കിലെടുത്ത് പല ആളുകളും 50 പവനും 60 പവനും 100 പവനൊക്കെ ആഭരണമായി അവിടെ കെട്ടിപ്പൂട്ടി വെക്കുകയാണ്. കാരണം ആഭരണമാണല്ലോ, ജീവിതത്തിൽ ഇട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ദിവസം എപ്പോഴെങ്കിലും ഇട്ടിട്ടുണ്ടാവും, കല്യാണത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് ഇട്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് ആഭരണമാണെന്ന് പേരും പറഞ്ഞ് ശരിക്കും നിധി കൂമ്പാരമായി വെക്കുന്ന ആളുകൾ ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്പെടില്ല. ബോധം നിധി കാക്കുന്ന പോലെ ഇങ്ങനെ കാക്കുന്നല്ലാതെ ഒരിക്കലും അത് ബോധത്തിന് ഉപയോഗപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഒരിക്കലും അത് സ്വന്തത്തിന് ഉപയോഗപ്പെട്ടിട്ടില്ല. നാളെ പരലോകത്ത് ചൂടുവെക്കപ്പെടാനുള്ളതാണത്. ആഭരണത്തിൻ്റെ പേരും പറഞ്ഞ് 2 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സാധാരണ മനുഷ്യന്മാർ ഇട്ട് നടക്കുന്ന ആഭരണം അതിന് വേണ്ടാന്ന് വെച്ചാൽ തന്നെ ഇതിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം ആഭരണത്തിനും സക്കാത്ത് കൊടുക്കണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പലപ്പോഴായിട്ട് പല ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അന്നംറഅതൻ അത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാഹ ഇബ്നത്തുൻ ലഹാ ഫീ ഇബ്നത്തുൽ ലഹാ വഫീ യദി ഇബ്നതിഹാ മസകതാനി ഗലീളതാനി മിൻ ദഹബിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു പെണ്ണ് വന്നു. ആ സ്ത്രീയുടെ കൂടെ അവരുടെ പെൺകുട്ടിയുണ്ട്.
അവരുടെ കയ്യിൽ 2 കട്ടിയുള്ള വലിയ 2 വളകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. ഈ സമയത്ത് പ്രവാചകൻ അവരോട് ചോദിച്ചു, അതുഅതീന സകാത്ത ഹദ, ഈ വളകളുടെ സകാത്ത് കൊടുത്തിട്ടുണ്ടോ? ഈ വളകളുടെ സകാത്ത് കൊടുത്തിട്ടുണ്ടോ? ധരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ധരിക്കുന്ന സ്വർണത്തിനും ആഭരണത്തിനും സകാത്ത് കൊടുക്കണം. അതിന് തെളിവാണ് ഈ ഹദീസ്. അപ്പോൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഈ ഹദീസിനെ പറഞ്ഞു, അത് ഇതിന് സകാത്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ അർത്ഥം സ്വർണമായിട്ടുള്ളതിന് സകാത്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് എന്ന് ഇതിന് വിശദീകരണം പറഞ്ഞ ആൾക്കാരുണ്ട്. എന്നാൽ പ്രത്യക്ഷമായി കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ ധരിക്കുന്ന സ്വർണവും അതിൽ പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞു, ഇല്ല പ്രവാചകരെ, സകാത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അയസുറുകി ഐ യുസവ്വിറകില്ലാഹു ബിഹിമാ യൗമൽ ഖിയാമ സിവാറൈൻ മിൻ നാരിൻ. നാളെ പിറ്റേന്ന് ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീയിൻ്റെ വളകളായി ഇത് അണിയിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെടുന്നത്, ശിക്ഷിക്കപ്പെടുന്നത് നീ ആഗ്രഹിക്കുന്നുണ്ടോ, സന്തോഷിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല റസൂലെ, അങ്ങനെയില്ല എന്ന് പറയുകയും ഖാല ഫഖലഅതുഹുമാ ഫഅൽഖതുഹുമാ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെണ്ണ് അത് 2 അയച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. റസൂലെ, ഇതിൻ്റെ സക്കാത്താണെന്ന് പറഞ്ഞു അവർക്ക് റസൂലുള്ളാഹിക്ക് കൊടുത്തു എന്നാണ് ഹദീസ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അവരുടെ ഒരു സൂക്ഷ്മത അറിഞ്ഞപ്പോൾ അവർ ജീവിതത്തിൽ മാറ്റം വരുത്താൻ തയ്യാറാകുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ മറ്റു സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ധരിക്കുന്നതിന് സക്കാത്തുണ്ടോ എന്നുള്ളതിന് പ്രബലമായ അഭിപ്രായം ആ ഒരു വസ്വാസിന് അല്ലെങ്കിൽ ഒരു ഷക്കില്ലാത്തതിലേക്ക് പോകണം. മുഅ്മിൻ്റെ ഷക്കില്ലാത്ത, സംശയമില്ലാത്തത് ചെയ്യുക. ദഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക. സംശയം ഉണ്ടെങ്കിൽ സംശയമില്ലാത്തത് ചെയ്തോ. സംശയമില്ലാത്ത എന്താ? ധരിക്കണീന് സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്കതിലുള്ള ഖൈർ തരും. ഫിർദൗസുൽ അഅലയുടെ ആളുകൾ സക്കാത്ത് കൊടുക്കുന്ന ആളുകളാണ്. സൂറത്തുൽ മുഅ്മിനീന്റെ തുടക്കത്തിൽ നമ്മൾ ഓതി വെച്ചു. അവർക്കാണ് ഫിർദൗസ് ഉള്ളത്. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. അവർ അവരുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്ന ആളുകളാണ്, നിസ്കരിക്കുന്ന ആളുകളാണ്, നിസ്കാരത്തിൽ ഖുശൂ ഉള്ള ആളുകളാണ്, സക്കാത്ത് കൊടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ നിലക്ക് ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ മിൻ സ്വാഹിബി ദഹബിൻ വലാ ഫില്ലത്തിൻ ലാ യുവദ്ദി മിൻഹാ ഹഖഹു ഇല്ലാ ഇദാ കാന യൗമുൽ ഖിയാമത്ത് സുഫിഹത് ലഹു സഫാഹി മിൻ നാരിൻ ഫഉഹ്മിയ അലൈഹാ ഫീ നാരി ജഹന്നമ ഫയുക്വാ ബിഹാ ജംബഹു വജനീബഹു വളഹറഹു. വിശുദ്ധ ഖുർആന്റെ ആയത്ത് വിശദീകരിക്കുന്ന ഒരു ഹദീസാണ്. ഒരാൾക്ക് വെള്ളിയോ സ്വർണമോ ഉണ്ട്, അത് സക്കാത്ത് കൊടുത്തിട്ടില്ല. അതിൽ അല്ലാഹുവിന്റെ റസൂൽ ധരിക്കാത്തെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് സക്കാത്ത് കൊടുക്കാതെ പാത്ത് വെച്ച് കെട്ടിപ്പൊട്ടി വെച്ച് നാളെ പിറ്റേന്ന് പരലോകത്ത് അത് ലോഹമാക്കി പഴിപ്പിച്ച് അവൻ്റെ മുഖത്തും അവൻ്റെ പിരടിയിലും വെക്കപ്പെടുന്ന, ശിക്ഷിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, കൃത്യമായി ഞാനിത് പറയാനുള്ള കാരണം, റമദാനിൽ സക്കാത്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. അത് കൃത്യമായി കണക്ക് നോക്കി കൊടുക്കണം എന്നുള്ളതിനാണ് പറഞ്ഞത്. നമ്മുടെ സമ്പത്ത് എത്രയുണ്ട്, നമ്മുടെ സമ്പത്ത് ഏതെല്ലാം രീതിയിൽ നമുക്ക് വരുമാനമുണ്ട് എന്ന് നമ്മൾ നോക്കണം. നമ്മുടെ ഒരു വർഷത്തെ അല്ലെ നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമായ ഭക്ഷണം, അതേപോലെ തന്നെ പാർപ്പിടം, നമ്മുടെ വാഹനം, അതിനേക്കൊക്കെ ചിലവാക്കിയത്, അതൊക്കെ അതെല്ലാം കഴിച്ച് നമ്മുടെ കയ്യിൽ കഴിഞ്ഞ റമദാനിൽ നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. ഈ റമദാനിൽ നമ്മൾ നോക്കണം എത്ര ഉണ്ട്. അപ്പോൾ 590 ഗ്രാം വെള്ളിയുടെ ക്യാഷ് എത്ര ഉണ്ട് നോക്കുക. ആ ക്യാഷ് ഇപ്പം നമ്മളെ കയ്യിലുണ്ടോ? ബാങ്കിലും കയ്യിലും അതേപോലെ തന്നെ പല വരുമാനങ്ങളായിട്ടും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതിന് 2.5% സക്കാത്ത് കൊടുക്കണം. 2.5% സക്കാത്ത് കൊടുക്കണം. കൃത്യമായി നോക്കുക. കച്ചവടക്കാർ പ്രത്യേകിച്ച് അവരുടെ കച്ചവടത്തിൻ്റെ സ്റ്റോക്ക് എടുക്കുക. വിറ്റ് വരവ് എത്ര നടന്നു അതിൻ്റെ സ്റ്റോക്കൊക്കെ നോക്കി എങ്ങനെയാണോ അതിൻ്റെ നിയമം അതിനനുസരിച്ച് സക്കാത്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാതെ എന്തെങ്കിലും ഒരു കണക്കില്ലാതെ കൊടുക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ധാരാളമായി നമ്മൾ ചെലവഴിക്കുക. അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം പ്രത്യേകിച്ച് ഈ മാസത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ സമ്പത്ത് കാത്തു നിൽക്കുകയാണ്. പാവപ്പെട്ട ആളുകൾ, പാവപ്പെട്ട ഭക്ഷണത്തിന് വകയില്ലാത്ത എത്രയോ ആളുകൾ. നമ്മൾ വിചാരിക്കും നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബം, നമ്മുടെ നാട്ടുകാരൊക്കെ നമുക്കറിയില്ലോ. ഇപ്പം അങ്ങനെയുള്ളവരൊന്നും ഇല്ല സഹോദരന്മാരെ. എത്രയോ പ്രയാസപ്പെട്ട പരിവട്ടമുള്ള ആളുകളുണ്ട്. എത്രയോ ആളുകൾ. കുറച്ചപ്പുറത്തേക്ക് നമ്മളെ ഗ്രാമത്തിൽ നിന്ന് കുറച്ചപ്പുറത്തേക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി. കടലോര പ്രദേശങ്ങൾ ഒക്കെ ഇഷ്ടം പോലെ ആളുകൾ.
ജോലിയെടുക്കാൻ മടിയില്ലാത്തവർ ഇറ്റല്ല, ജോലിയില്ല അവർക്ക്, കൂലിയില്ലാത്തവർ, ജോലിയില്ലാത്തവർ, പ്രയാസപ്പെടുന്ന ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകൾ. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈദ് കിസ്വ എന്ന് പറയുന്ന പെരുന്നാളിന് വസ്ത്രമെടുക്കാൻ കാശില്ലാത്ത ആളുകൾ, ചെറിയ കുട്ടികൾ, നമ്മുടെ മക്കളൊക്കെ പുതുവസ്ത്രമിട്ട് പോകുന്ന സമയത്ത് ഒരു കുടുംബത്തിൽ ഒരു കുട്ടിക്കെങ്കിലും, ഒരു കുടുംബത്തിൽ ഒരു കുട്ടിക്ക് നമ്മൾ 1000-ൻ്റെയും 10,000-ൻ്റെയും 15,000-ൻ്റെയൊക്കെ വസ്ത്രം എടുക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ 1300 രൂപ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞുവാവക്ക് ചിരിക്കാനും സന്തോഷിക്കാനും ആ കുട്ടിക്കും ഈദ്ഗാഹിലേക്ക് പെരുന്നാളിന് അല്ലെങ്കിൽ പെരുന്നാളിൽ ഒരു നല്ല വസ്ത്രം ഇടാൻ, ഒരു സന്തോഷത്തിന്, എൻ്റെ കുട്ടിക്ക് നല്ലൊരു വസ്ത്രമില്ലല്ലോ എന്ന് വേദനിക്കുന്ന ഉമ്മാൻ്റെ മനസ്സിൽ ഒരു സന്തോഷം കോരിയിടാൻ നമുക്ക് സാധിക്കും. വെറും 1300 രൂപ ഉണ്ടായാൽ മതി. നമ്മളെ മക്കളെടുത്ത പോലെ വലിയതൊന്നുമില്ല. അത് കൃത്യമായി കണക്ക് പഠിച്ച് ആ കുടുംബത്തെ, മക്കളെ പഠിച്ച് അവകാശികളായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമാണ് ഈദ് കിസ്വ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ 3-4 ഒക്കെ മക്കൾക്ക് നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ഈദ് കിസ്വയിലേക്ക് മാറ്റി വെക്കുക. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട്. അള്ളാൻ്റെ മാർഗത്തിൽ ധാരാളമായി കൊടുക്കുക. ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ട ആളുകൾ, നമ്മുടെ പള്ളികളും മദ്രസകളും, അതേപോലെ തന്നെ നമ്മുടെ അറബി കോളേജുകളും, ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലം വരാനുണ്ട്, അന്ന് സമ്പത്ത് വാങ്ങാൻ ആളുണ്ടാവില്ല. റസൂലുള്ളാഹിൻ്റെ പ്രവചനമാണ്, നടക്കാനുള്ളതാണ്. അന്ന് സമ്പത്ത് വാങ്ങാൻ ആളുണ്ടാവില്ല, എല്ലാവരും സമ്പൽ സമൃദ്ധി വരും. ഖിയാമത്ത് നാളിൻ്റെ അവസാന കാലഘട്ടം റസൂലുള്ളാഹി പറയാണ്, സമ്പൽ സമൃദ്ധിയായിരിക്കും. ഒരു മുഅ്മിനായ മനുഷ്യൻ തൻ്റെ സമ്പത്തുമായി സദഖ ചെയ്യാൻ ഇന്ന് പണക്കാരൻ്റെ ഗേറ്റ് തുറന്ന് പണക്കാരൻ്റെ വീട്ടിൻ പടിവിൽ വന്ന് കാത്തു നിൽക്കുകയാണ് ആളുകൾ. പിരിവാരിങ്ങോട്ട് വരികയാണ് നമ്മളെ മുമ്പക്ക്, നമുക്ക് സ്വർഗം തരാൻ വേണ്ടിയിട്ട്, അല്ലേ? ഉറപ്പല്ലേ നമുക്ക് സ്വർഗം തരാനല്ലേ പറഞ്ഞത്? ആത്മാർത്ഥമായിട്ട് ഒരു പിരിവുകാരനൊരു 100 രൂപ കൊടുത്താൽ, ഒരു 500 രൂപ കൊടുത്താൽ, ഈമാനോടുകൂടി ഇഹ്തിസാബോട് കൊടുത്താൽ നമുക്ക് സ്വർഗം ഉണ്ടെന്ന് ഉറപ്പല്ലേ? എന്ത് സംശയമുള്ളൂ? നമുക്ക് സ്വർഗം തരാൻ വേണ്ടി വന്നുകൊണ്ടാണല്ലോ കൊടുക്കാൻ പറ്റുന്നത്. ഇന്ന് ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ, ഗൂഗിൾ പേ പോലെയുള്ളത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സൗകര്യപ്പെടുത്തി തന്നല്ലേ. ഇന്ന് നമ്മുടെ മുമ്പിൽ കാത്തുകെട്ടി വന്ന് നിൽക്കുകയാണ്, നമ്മളെ കാല് പിടിച്ച് വന്ന് നിൽക്കുകയാണ്, എന്തെങ്കിലും തരീന്ന് പറഞ്ഞിട്ട്. പക്ഷെ നാളെ ഒരു ദിവസം വരാനുണ്ട്, ഒരു കാലഘട്ടം വരാനുണ്ട്. അന്ന് സമ്പത്തുള്ള ആളുകൾ സമ്പത്ത് കൊടുക്കുമ്പോൾ എനിക്കിതിൻ്റെ ആവശ്യമില്ല, എൻ്റെ അടുത്തുണ്ട്, ഇപ്പം എൻ്റെ അടുത്ത് സമ്പത്തുണ്ടെന്ന് ഒരു സാധുവിൻ്റെ അടുത്ത് പോയി അന്ന് കൊടുത്ത സാധുവാണ്. അപ്പോൾ ആ സാധു പറയും, ഇപ്പം എൻ്റെ അടുത്ത് സമ്പത്തുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ സമ്പത്തുമായി രാവിലെ ഇറങ്ങും, സമ്പത്ത് കൊടുക്കാൻ വേണ്ടി, ആർക്കെങ്കിലും ദാനം ചെയ്ത് പടച്ചറപ്പിൻ്റെ അടുക്കൽ കൂലി ലഭിക്കാൻ വേണ്ടി ഒരു സമ്പത്തുള്ള ഒരു മനുഷ്യൻ ഇറങ്ങും. എന്നിട്ട് ആ വൈകുന്നേരം തൻ്റെ വീട്ടിലേക്ക് വിഷണ്ണനായിക്കൊണ്ട് ആ സമ്പത്ത് ഒരാളും സ്വീകരിക്കാതെ തിരിച്ചു വരുന്ന ദിവസമുണ്ടാവുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. നടക്കാനിരിക്കുന്ന അള്ളാൻ്റെ പ്രവചനമാണ്, റസൂലുള്ളാഹിൻ്റെ പ്രവചനമാണ്, നടക്കാനിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനൊരു കാലഘട്ടം വരാനുണ്ട്. ആളുകൾ മുഴുവൻ തോന്നിവാസത്തിൻ്റെയും ഹറാമിൻ്റെയും ആളുകളാവും. സമ്പത്ത് കൊണ്ട് സമൃദ്ധി ഉണ്ടാകുന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞ ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണങ്ങളായിക്കൊണ്ട്. പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും കാലങ്ങൾ പോകും. എല്ലാവരുടെ സമ്പത്തുണ്ടാകും. വലിയ വലിയ സമ്പത്തില്ലാത്ത ആളുകൾ കോടീശ്വരന്മാരായി മാറും. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ എടുക്കുന്ന ആളുകളായി മാറും. ആര്? ഒന്നുമില്ലാത്തവർ, ഇന്നലകളിൽ ഒന്നുമില്ലാത്ത ആളുകൾ. അങ്ങനെയുള്ള കാലഘട്ടമുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതുപുത്തൻ പൈസക്കാരായിട്ടുള്ള ആളുകൾ. പെട്ടെന്ന് വലിയ വലിയ ബിൽഡിങ്ങുകൾ എടുക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെയും മാളുകളുടെയും ഉടമകളായി മാറുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. ഉപയോഗപ്പെടുത്ത സഹോദരന്മാരെ, മരിക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ തയ്യാറാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കേണ്ട, റസൂലെ, ഏറ്റവും നല്ല സമ്പത്ത് അള്ളാഹിൻ്റെ മാർഗത്തിൽ നന്നായി കൂലി കിട്ടുന്ന ദാനധർമ്മം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നീ അൻ തസദ്ദഖ വ അൻത സഹീഹുൻ ഷഹീഹുൻ തഖ്ശൽ ഫഖറ. നീ നല്ല ആരോഗ്യമുള്ള സമയം, നല്ല ചെറുപ്പക്കാരനാണ്, ബിസിനസ് നടത്താനൊക്കെ നല്ല ബുദ്ധിയും ചൂടും ചുക്കാന്തിയൊക്കെ ഉള്ള സമയത്ത് തഖ്ശൽ ഫഖറ, നിനക്ക് ദാരിദ്ര്യം ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ലാതാകുമോ എന്ന് ശൈത്താൻ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മനസ്സിനെ പിശുക്ക് പിടികൂടിയിട്ടുണ്ട്. ആ സമയത്ത് ഒരു 10,000 എടുത്ത് കൊടുക്കാൻ, ആ സമയത്ത് ഒരു 5,000 ഉറുപ്പിക എടുത്ത് കൊടുക്കാൻ, അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്വന്തം അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ, ആ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ദാനധർമ്മം. അപ്പോഴാ ഇഷ്ടം പോലെ ഉണ്ട്, ഒരു ടെൻഷനും ഇല്ല, ഇനി പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല, അപ്പെടുത്ത് കൊടുക്കല്ല. നല്ലോണം ആരോഗ്യമുണ്ട്, ബിസിനസ് ഇറക്കാനും പ്രവർത്തിക്കാനും ഓടിച്ചാടി പാഞ്ഞ് യാത്ര ചെയ്ത് ബിസിനസ്സും അത് ആലോചിക്കാനും അതിനെ പറ്റിയ കൂട്ടുകാരന്മാരും നല്ല സംഘങ്ങളൊക്കെ ഉണ്ട്.
മനസ്സിനെ പിശുക്ക് പിടികൂടിയിട്ടുമുണ്ട്. ദാരിദ്ര്യം ഭയക്കുന്നു. ഈ സമയത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല സമ്പത്ത് കൊടുക്കൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് റസൂൽ പറഞ്ഞു, നീ അവസാനത്തേക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കുക, ഇനിയുള്ള സമയം കൊടുക്കുക, കാത്തുക്കണ്ട. എപ്പോഴാണ് മരണമണി വരുന്നത് എന്ന് മുഴങ്ങുന്നതെന്ന് അറിയില്ല. അങ്ങനെ മുഴങ്ങിക്കഴിഞ്ഞാൽ വലാ തുംഹിൽ ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽകൂം, റൂഹ് തൊണ്ടക്കൈയിലെത്തുന്നവരെ നീ കാത്തു നിൽക്കേണ്ടതില്ല. അപ്പൊ നീ പറയും ഖുൽതലി ഫുലാനിൻ കദാ വലി ഫുലാനിൻ കദാ. റൂഹ് തൊണ്ടക്കോയിലെത്തിയ ഈ പറയും, അവർക്ക് കുറച്ച് കൊടുക്ക്, ഇവർക്ക് അത് വള്ളി കൊടുത്തോളൂ, ഇത് മദ്രസ, ആ സ്ഥലം മദ്രസ എടുത്തോട്ടെ, അല്ലെങ്കിൽ അത് കമ്മിറ്റി എടുത്തോട്ടെ എന്നൊക്കെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഖദ് കാന ലി ഫുലാൻ, അത് ഓരോരുത്തരുടേതായി കഴിഞ്ഞു. അടുത്ത മൈക്രോ സെക്കൻഡിൽ നിൻ്റെതല്ല. അപ്പോൾ ആരാൻ്റെ പൈസ ഇനി ആർക്കാ കൊടുക്കേണ്ടി, ആരാൻ്റെ സമ്പത്ത് ആർക്കാ കൊടുക്കേണ്ടി ഈ പറയണ്ട, അതെൻ്റെ അവകാശികൾ കാത്തിക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റിയ സമയമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദുന്നാസ് ധാരാളമായി കൊടുക്കുന്ന സമയമാണ് പരിശുദ്ധ റമളാൻ. ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സദഖയുടെ തണലിൽ അള്ളാഹുവിൻ്റെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിൽക്കുന്ന ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഈ റമളാൻ കൊണ്ട് വിജയിച്ച് കയറുന്ന ഈ റയ്യാനിലൂടെ പ്രവേശിക്കപ്പെടുന്ന ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നിറക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ബിസിനസ്സിലും ഏർപ്പാടുകളിലുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നിറക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സമ്പുഷ്ടമായ ഇബാദത്തുകൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയ വിശുദ്ധ ഖുർആൻ ധാരാളമായി ഖുർആനുമായി ബന്ധം പുലർത്തി, പടച്ച റബ്ബിൻ്റെ പള്ളിയുമായി ബന്ധം പുലർത്തി, ആ നിലക്കെല്ലാം അള്ളാഹുവിൻ്റെ ആ പൊരുത്തം ആഗ്രഹിക്കുന്ന, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്ന ഏറ്റവും നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പറ്റിയ, ആ നിലയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റിയ റമളാനാക്കി നമ്മുടെ ഈ റമളാനിനെ പരിവർത്തിപ്പിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് രോഗികളുണ്ട് ഈ റമളാനിൻ്റെ പുണ്യപ്രവർത്തനങ്ങൾ. അവർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നോമ്പെടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല, വേദനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രതിഫലം പരിപൂർണമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനാ അൽ ഫിർദൗസ് യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.